അനിവാര്യമായ ഒരു ഇടവേളയ്ക്ക് ശേഷം നമ്മുടെ ഖുർആൻ പഠന പരമ്പര പുനരാരംഭിക്കുകയാണ്. കഴിഞ്ഞ 2 ക്ലാസ്സുകളിൽ നമ്മൾ മദീനയിൽ അവതരിപ്പിച്ച അൽ ബഖറ എന്ന അധ്യായത്തിൻ്റെ ആദ്യത്തെ 29 വാക്യങ്ങളാണ് ചർച്ച ചെയ്തത്. ഇന്ന് തുടർന്ന് 30-ാമത്തെ വാക്യം മുതൽ 38-ാമത്തെ വാക്യം വരെയുള്ള 9 വാക്യങ്ങളാണ് ചർച്ചയ്ക്കെടുക്കുന്നത്. ഇത് ഖുർആനിൽ പല അധ്യായങ്ങളിലായി ആവർത്തിച്ചിട്ടുള്ള ഒരു പൊട്ടക്കഥയാണ്. മക്കയിലെ നിരവധി അധ്യായങ്ങളിൽ ആവർത്തിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഈ പൊട്ടക്കഥയെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ ഇതിനു മുമ്പ് സംസാരിച്ച് കഴിഞ്ഞതാണ്. എങ്കിലും ഇത് മദീനയിലെ ആദ്യത്തെ അധ്യായം എന്ന നിലക്കും ഖുർആൻ എന്ന പുസ്തകത്തിലെ ആദ്യത്തെ അധ്യായം എന്ന നിലക്കും അൽ ബഖറ സൂറത്തിൽ ഇത് ആരംഭിക്കുമ്പോൾ അതിനെക്കുറിച്ച് ഒരുപാട് വിശദീകരണങ്ങൾ മുഫസ്സിറുകളും മറ്റും സ്വാഭാവികമായും നൽകിക്കാണുന്നു. അതുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് പറയാനാണ് ഞാൻ ഈ ഒരു ക്ലാസ്സിൽ ഉദ്ദേശിക്കുന്നത്. എന്താണ് ഈ പൊട്ടക്കഥയിലെ പ്രശ്നം? ഇസ്ലാം എന്ന അടിസ്ഥാന കഥയുമായി തന്നെ ഒരു നിലക്കും പൊരുത്തപ്പെടാത്ത വൈരുദ്ധ്യങ്ങളുടെ, വിരോധാഭാസങ്ങളുടെയും ആശയക്കുഴപ്പങ്ങളുടെയും ഒരു കലവറയാണ് ഈ ഒരു കഥ. അതുകൊണ്ട് തന്നെയാണ് ഇതിലെ 30-ാമത്തെ വാക്യത്തിന് വ്യാഖ്യാനം എഴുതാൻ വേണ്ടി പേനയെടുത്ത മുഫസ്സിറുകൾ നിരവധി പേജുകൾ ഇതിനെ സംബന്ധിച്ചുള്ള ആശയക്കുഴപ്പത്തെക്കുറിച്ചും വൈരുദ്ധ്യങ്ങളെക്കുറിച്ചും മുഫസ്സിറുകൾക്കിടയിലെ വ്യത്യാസങ്ങളെക്കുറിച്ച്, വ്യാഖ്യാന വ്യത്യാസങ്ങളെക്കുറിച്ചുമൊക്കെ വാചാലമായി സംസാരിച്ചു പോകുന്നത്. ഞാൻ ഇതിനെക്കുറിച്ച് പൊതുവായ ചില കാര്യങ്ങൾ മാത്രമാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഈ പൊട്ടക്കഥ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് നമ്മൾ പൊട്ടക്കഥ എന്ന് വിശേഷിപ്പിക്കുന്നത്? മനുഷ്യൻ്റെ സാമാന്യ യുക്തിയുമായിട്ടോ ഇസ്ലാം മുന്നോട്ട് വയ്ക്കുന്ന ഇസ്ലാം എന്ന കഥയുമായി പോലും യാതൊരു തരത്തിലും പൊരുത്തപ്പെടാത്ത വൈരുദ്ധ്യങ്ങളാണ് ഈ കഥയിലുള്ളത്. അള്ളാഹു എന്ന് പറയുന്ന ഒരു ദൈവം മനുഷ്യൻ്റെ മുമ്പിൽ സ്വയം വിഡ്ഢിവേഷം കെട്ടുകയോ അല്ലെങ്കിൽ മറ്റുള്ളവരെ വിഡ്ഢിയാക്കുകയോ ചെയ്യുന്നതാണ് ഈ കഥയിലെ കഥാസാരം മൊത്തമായിട്ട്. ഞാൻ അൽ ബഖറയിലെ 30 മുതൽ 38 വരെയുള്ള വാക്യങ്ങൾ ആദ്യം വായിക്കാം. അത് വായിച്ച ശേഷം ഇതേ കാര്യം നിരവധി അധ്യായങ്ങളിൽ, എനിക്ക് തോന്നുന്നത് 7-8 അധ്യായങ്ങളിൽ ഈ കഥ വിശദമായി തന്നെ ഒരേ രീതിയിൽ ആവർത്തിച്ചതായിട്ട് കാണാം. ഒരേ രീതിയിൽ ആവർത്തിച്ചു എന്ന് പറയുമ്പോഴും അതിനകത്ത് കുറേ വ്യത്യാസങ്ങളും വൈരുദ്ധ്യങ്ങളും അതും നമുക്ക് കാണാൻ കഴിയും. ഈ കഥ ബൈബിളിൽ നിന്ന് കോപ്പി അടിച്ചതാണെങ്കിലും ബൈബിളിൽ പറയുന്ന കഥയുമായിട്ട് ഖുർആനിൽ പറയുന്ന കഥയ്ക്ക് ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. അതെവിടെ നിന്നാണ് മുഹമ്മദിന്, ഏത് പെരുങ്കൊല്ലൻ്റെ ആലയിൽ നിന്നാണ് മുഹമ്മദിന് ബൈബിൾ കഥയിൽ ഇത്രയേറെ വ്യത്യാസമുള്ള കഥകൾ കിട്ടിയത് എന്ന് ഗവേഷണ വിഷയമായിട്ട് നമ്മൾ എടുക്കേണ്ടതാണ്. അറബി ഭാഷയും ആ കാലഘട്ടത്തിൻ്റെ ചരിത്രവും ജൂത സാഹിത്യവുമൊക്കെ നന്നായി പഠിച്ച് ഗവേഷണം നടത്തിയാൽ മാത്രമേ മുഹമ്മദ് ഏത് ആലയിൽ നിന്നാണ് ഈ കഥകളൊക്കെ മോഷ്ടിച്ചെടുത്തത് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. ഞാൻ ഈ കഥ വായിച്ചുകൊണ്ട് അതിനെക്കുറിച്ചുള്ള ചില അഭിപ്രായങ്ങൾ പറയാനാണ് ഉദ്ദേശിക്കുന്നത്. 30. ഞാനിതാ ഭൂമിയിൽ ഒരു ഖലീഫയെ നിയോഗിക്കാൻ പോവുകയാണ് എന്ന് നിന്റെ നാഥൻ മലക്കുകളോട് പറഞ്ഞ സന്ദർഭം. അവർ പറഞ്ഞു, അവിടെ കുഴപ്പമുണ്ടാക്കുകയും രക്തം ചിന്തുകയും ചെയ്യുന്നവരെയാണോ നീ നിയോഗിക്കുന്നത്? ഞങ്ങളാകട്ടെ നിന്റെ മഹത്വത്തെ പ്രകീർത്തിക്കുകയും നിന്റെ പരിശുദ്ധിയെ വാഴ്ത്തുകയും ചെയ്യുന്നവരല്ലോ. അവൻ പറഞ്ഞു, നിങ്ങൾക്കറിഞ്ഞുകൂടാത്തത് എനിക്കറിയാം. അവൻ ആദമിന് നാമങ്ങളെല്ലാം പഠിപ്പിച്ചു. പിന്നീട് ആ പേരിട്ടവയെ അവൻ മലക്കുകൾക്ക് കാണിച്ചു. എന്നിട്ടവൻ ആജ്ഞാപിച്ചു, നിങ്ങൾ സത്യവാന്മാരാണെങ്കിൽ ഇവയുടെ നാമങ്ങൾ എനിക്ക് പറഞ്ഞു തരൂ. അവർ പറഞ്ഞു, നിനക്ക് സ്തോത്രം, നീ പഠിപ്പിച്ചു തന്നതല്ലാത്ത യാതൊരറിവും ഞങ്ങൾക്കില്ല. നീ തന്നെയാണ് സർവജ്ഞനും അഗാധജ്ഞാനിയും. അനന്തരം അവൻ പറഞ്ഞു, ആദമേ, ഇവർക്ക് അവയുടെ നാമങ്ങൾ പറഞ്ഞു കൊടുക്കൂ. അങ്ങനെ അവൻ അവർക്ക് ആ നാമങ്ങൾ പറഞ്ഞു കൊടുത്തപ്പോൾ അവർ പറഞ്ഞു, ആകാശഭൂമികളിലെ അദൃശ്യകാര്യങ്ങളും നിങ്ങൾ വെളിപ്പെടുത്തുന്നതും ഒളിച്ചു വെക്കുന്നതും എല്ലാം എനിക്കറിയാമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ? ആദമിനെ നിങ്ങൾ പ്രണമിക്കുക, സുജൂദ് ചെയ്യുക എന്ന് നാം മലക്കുകളോട് പറഞ്ഞ സന്ദർഭം. അവർ സുജൂദ് ചെയ്തു, ഇബ്ലീസ് ഒഴികെ. അവൻ വിസമ്മതം പ്രകടിപ്പിക്കുകയും അഹംഭാവം നടിക്കുകയും ചെയ്തു. അവൻ സത്യനിഷേധികളിൽപ്പെട്ടവനായിരുന്നു, അവിശ്വാസികളിൽപ്പെട്ടവനായിരുന്നു.
ആദമേ, നീയും നിന്റെ ഇണയും സ്വർഗത്തിൽ താമസിക്കുകയും അതിൽ നിങ്ങൾ ഇച്ഛിക്കുന്നിടത്ത് നിന്ന് സുഭിക്ഷമായി ഇരുവരും ഭക്ഷിച്ചുകൊള്ളുകയും ചെയ്യുക. എന്നാൽ ഈ വൃക്ഷത്തെ നിങ്ങൾ സമീപിച്ചു പോകരുത്, എങ്കിൽ നിങ്ങൾ ഇരുവരും അതിക്രമകാരികളായി തീരും എന്ന് നാം ആജ്ഞാപിച്ചു. എന്നാൽ പിശാച് അവരെ അതിൽ നിന്ന് വ്യതിചലിപ്പിച്ചു. അവർ ഇരുവരും അനുഭവിച്ചിരുന്നതിൽ നിന്ന് അവരെ പുറന്തള്ളുകയും ചെയ്തു. നാം പറഞ്ഞു, നിങ്ങൾ ഇറങ്ങിപ്പോകൂ, നിങ്ങളിൽ ചിലർ ചിലർക്ക് ശത്രുക്കളാകുന്നു. നിങ്ങൾക്ക് ഭൂമിയിൽ ഒരു നിശ്ചിത കാലം വരേക്കും വാസസ്ഥലവും ജീവിത വിഭവങ്ങളും ഉണ്ടായിരിക്കും. അനന്തരം ആദം തൻ്റെ രക്ഷിതാവിങ്കിൽ നിന്ന് ചില വചനങ്ങൾ സ്വീകരിച്ചു. ആദമിന് അള്ളാഹു പാപമോചനം നൽകി. അവൻ പശ്ചാത്താപം ഏറെ സ്വീകരിക്കുന്നവനും കരുണാനിധിയുമത്രേ. നാം പറഞ്ഞു, നിങ്ങളെല്ലാവരും അവിടെ നിന്ന് ഇറങ്ങിപ്പോവുക. എന്നിട്ട് എൻ്റെ പക്കൽ നിന്നുള്ള മാർഗദർശനം നിങ്ങൾക്ക് വന്നെത്തുമ്പോൾ എൻ്റെ ആ മാർഗദർശനം പിൻപറ്റുന്നവരാരോ അവർക്ക് ഭയപ്പെടേണ്ടതില്ല, അവർ ദുഃഖിക്കേണ്ടി വരികയുമില്ല. ഇതാണ് അൽ-ബഖറയിലെ ഈ കഥയുടെ വിശദീകരണം. ഇനി ഇതേ കഥ മറ്റു കുറേ അധ്യായങ്ങളിൽ വിശദീകരിച്ചിട്ടുണ്ട്. ഞാനതെല്ലാം കൂടെ വായിച്ച് സമയം കളഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. പക്ഷെ സാമ്പിളിന് ഒരധ്യായം 7-ാമത്തെ അധ്യായത്തിൽ നിന്നുള്ള വിശദീകരണം കൂടെ വായിച്ച് കേൾപ്പിക്കാം. ഇപ്പോൾ നിങ്ങൾ കേട്ടതും ഇനി കേൾക്കാൻ പോകുന്നതുമായ ഈ വിശദീകരണങ്ങളിൽ, ഈ കഥാകഥനത്തിൽ എന്തൊക്കെ വ്യത്യാസങ്ങളുണ്ട് എന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. ഞാൻ പറയുന്നതും വായിക്കുന്നതും ശ്രദ്ധിച്ച് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഖുർആൻ റഫർ ചെയ്തുകൊണ്ട് ഈ അധ്യായങ്ങളിൽ ഈ കഥ എങ്ങനെയാണ് ആവർത്തിച്ചിട്ടുള്ളത് എന്ന് പരിശോധിക്കാവുന്നതാണ്. 7-ാം അധ്യായത്തിലെ 11-ാമത്തെ വാക്യം മുതൽ, തീർച്ചയായും നാം നിങ്ങളെ സൃഷ്ടിക്കുകയും നിങ്ങൾക്ക് രൂപം നൽകുകയും ചെയ്തു. പിന്നീട് നാം മലക്കുകളോട് പറഞ്ഞു, നിങ്ങൾ ആദമിനെ സുജൂദ് ചെയ്യുക. അവർ സുജൂദ് ചെയ്തു, ഇബ്ലീസ് ഒഴികെ. അവൻ സുജൂദ് ചെയ്തവരുടെ കൂട്ടത്തിലായില്ല. അവൻ പറഞ്ഞു, ഞാൻ നിന്നോട് കൽപ്പിച്ചപ്പോൾ സുജൂദ് ചെയ്യാതിരിക്കാൻ നിനക്ക് എന്ത് തടസ്സമായിരുന്നു? അവൻ പറഞ്ഞു, ഞാൻ അവനേക്കാൾ ഉത്തമനാകുന്നു. എന്നെ നീ തീയിൽ നിന്ന് സൃഷ്ടിച്ചു, അവനെ നീ സൃഷ്ടിച്ചത് കളിമണ്ണിൽ നിന്നും. അവൻ പറഞ്ഞു, നീ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുക. ഇവിടെ നിനക്ക് അഹങ്കാരം കാണിക്കാൻ പറ്റുകയില്ല. തീർച്ചയായും നീ നിന്ദ്യരുടെ കൂട്ടത്തിലാകുന്നു. അവൻ പറഞ്ഞു, മനുഷ്യർ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന ദിവസം വരെ നീ എനിക്ക് അവധി നൽകണമേ. അവൻ പറഞ്ഞു, തീർച്ചയായും നീ അവധി നൽകപ്പെട്ടവരുടെ കൂട്ടത്തിലാകുന്നു. അവൻ പറഞ്ഞു, നീ എന്നെ വഞ്ചിച്ചതിനാൽ നിന്റെ നേരായ പാതയിൽ അവർ പ്രവേശിക്കുന്നത് തടയാൻ ഞാൻ കാത്തിരിക്കും. ഈ വാക്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇബ്ലീസ് പറഞ്ഞതാണ്, നീ എന്നെ വഴിപിഴപ്പിച്ചതിനാൽ അല്ലെങ്കിൽ നീ എന്നെ വഞ്ചിച്ചതിനാൽ നിന്റെ നേരായ പാതയിൽ നിന്ന് അവരെ തടയാൻ ഞാൻ കാത്തിരിക്കും. പിന്നീട് അവരുടെ മുന്നിലൂടെയും അവരുടെ പിന്നിലൂടെയും അവരുടെ വലതുഭാഗങ്ങളിലൂടെയും ഇടതുഭാഗങ്ങളിലൂടെയും ഞാൻ അവരുടെ അടുത്ത് ചെല്ലുക തന്നെ ചെയ്യും. അവരിൽ അധിക പേരെയും നന്ദിയുള്ളവരായി നീ കണ്ടെത്തുകയില്ല. അവൻ പറഞ്ഞു, നിന്ദ്യനും തള്ളപ്പെട്ടവനുമായിക്കൊണ്ട് നീ ഇവിടെ നിന്ന് പുറത്തു കടക്കൂ. അവരിൽ നിന്ന് വല്ലവരും നിന്നെ പിൻപറ്റുന്ന പക്ഷം നിങ്ങളെല്ലാവരെയും കൊണ്ട് ഞാൻ നരകം നിറയ്ക്കുക തന്നെ ചെയ്യും. ആദമേ, നീയും നിന്റെ ഇണയും കൂടി ഈ തോട്ടത്തിൽ താമസിക്കുകയും നിങ്ങൾക്ക് ഇഷ്ടമുള്ളയിടത്ത് നിന്ന് തിന്നുകൊള്ളുകയും ചെയ്യുക. എന്നാൽ ഈ വൃക്ഷത്തെ നിങ്ങൾ സമീപിച്ചു പോകരുത്, എങ്കിൽ നിങ്ങൾ ഇരുവരും അക്രമികളിൽപ്പെട്ടവരായിരിക്കും എന്നും. അവരിൽ നിന്ന് മറച്ചു വെക്കപ്പെട്ടിരുന്ന അവരുടെ ഗുഹ്യസ്ഥാനങ്ങൾ അവർക്ക് വെളിപ്പെടുത്തുവാനായി പിശാച് അവർ ഇരുവരോടും ദുർമന്ത്രം നടത്തി. അവൻ പറഞ്ഞു, നിങ്ങളുടെ രക്ഷിതാവ് ഈ വൃക്ഷത്തിൽ നിന്ന് നിങ്ങൾ ഇരുവരെയും വിലക്കിയിട്ടുള്ളത് നിങ്ങൾ ഇരുവരും മലക്കുകളായി തീരുമെന്നതുകൊണ്ടോ നിങ്ങൾ ഇവിടെ നിത്യവാസികളായി തീരുമെന്നതുകൊണ്ടോ അല്ലാതെ മറ്റൊന്നുകൊണ്ടുമല്ല. തീർച്ചയായും ഞാൻ നിങ്ങൾ ഇരുവരുടെയും ഗുണകാംക്ഷികളിൽപ്പെട്ടവനാണ് എന്ന് അവരോടവൻ സത്യം ചെയ്തു പറയുകയും ചെയ്തു. അങ്ങനെ അവർ ഇരുവരെയും വഞ്ചനയിലൂടെ അവൻ തരം താഴ്ത്തിക്കളഞ്ഞു. അവർ ഇരുവരും ആ വൃക്ഷത്തിൽ നിന്ന് രുചി നോക്കിയതോടെ അവർക്ക് അവരുടെ ഗോപ്യസ്ഥാനങ്ങൾ വെളിപ്പെട്ടു. ആ തോട്ടത്തിലെ ഇലകൾ കൂട്ടിച്ചേർത്ത് അവർ ഇരുവരും തങ്ങളുടെ ശരീരം പൊതിയാൻ തുടങ്ങി. അവർ ഇരുവരെയും വിളിച്ച് അവരുടെ രക്ഷിതാവ് പറഞ്ഞു, ആ വൃക്ഷത്തിൽ നിന്ന് നിങ്ങളെ ഞാൻ വിലക്കിയിട്ടില്ലേ? തീർച്ചയായും പിശാച് നിങ്ങളുടെ പ്രത്യക്ഷ ശത്രുവാണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുമില്ലേ? അവർ രണ്ടുപേരും പറഞ്ഞു, ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളോട് തന്നെ അക്രമം ചെയ്തിരിക്കുന്നു. നീ ഞങ്ങൾക്ക് പുറത്തു തരികയും കരുണ കാണിക്കുകയും ചെയ്തില്ലെങ്കിൽ തീർച്ചയായും ഞങ്ങൾ നഷ്ടം പറ്റിയവരുടെ കൂട്ടത്തിലായിരിക്കും. അവൻ പറഞ്ഞു, നിങ്ങൾ ഇറങ്ങിപ്പോകൂ. നിങ്ങളിൽ ചിലർക്ക് ശത്രുക്കളായിരിക്കും. നിങ്ങൾക്ക് ഭൂമിയിൽ വാസസ്ഥലമുണ്ട്, ഒരു നിശ്ചിത സമയം വരെ ജീവിത സൗകര്യങ്ങളുമുണ്ട്.
അവൻ പറഞ്ഞു, അതിൽ തന്നെ നിങ്ങൾ ജീവിക്കും, അവിടെ തന്നെ നിങ്ങൾ മരിക്കും, അവിടെ നിന്ന് തന്നെ നിങ്ങൾ പുറത്ത് കൊണ്ടുവരപ്പെടുകയും ചെയ്യും. ഇങ്ങനെയാണ് 7-ാം അധ്യായത്തിലെ ഈ കഥയുടെ വിവരണം കടന്നു പോകുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം വായിച്ച 30 മുതൽ 8 വരെയുള്ള അൽ-ബഖറയിലെ വിവരണവും ഈ 7-ാം അധ്യായത്തിലെ 11 മുതൽ 26 വരെയുള്ള വാക്യങ്ങളും എത്രത്തോളം സാമ്യമുണ്ട്, വ്യത്യാസമുണ്ട് എന്ന് പരിശോധിക്കാം. ഇനി ഞാൻ ഈ കഥ മുഹമ്മദിന് എവിടെ നിന്ന് കിട്ടിയെന്ന് നമ്മളൊക്കെ അന്വേഷിച്ചാൽ നമ്മൾ ബൈബിളിലാണ് ചെന്നെത്തുക. എന്നാൽ ബൈബിളിൽ ഈ കഥ പറഞ്ഞത് ഇങ്ങനെയൊന്നുമല്ല. ഇതിൽ നിന്നും വളരെ വ്യത്യസ്തമായ കഥയാണ് ബൈബിളിൽ കൊടുത്തിട്ടുള്ളത്. ബൈബിളിൻ്റെ ഉൽപ്പത്തിയുടെ 2-ാം പുസ്തകവും 3-ാം പുസ്തകവുമാണ് ഈ കഥ വിവരിക്കുന്നത്. ഞാൻ ആ ഭാഗം കൂടെ വായിച്ച് കേൾപ്പിക്കാം. അതിനുശേഷം നമുക്ക് ഈ കഥയിലെ വൈരുദ്ധ്യങ്ങളും പൊട്ടത്തരങ്ങളും എന്തൊക്കെയാണ് എന്ന് ചർച്ച ചെയ്യാം. ഉൽപ്പത്തി 2. ഇങ്ങനെ ആകാശവും ഭൂമിയും അവയിലുള്ള ചരാചരങ്ങളൊക്കെയും തികഞ്ഞു. താൻ ചെയ്ത പ്രവൃത്തിയൊക്കെയും ദൈവം തീർത്ത ശേഷം താൻ ചെയ്ത സകല പ്രവൃത്തിയിൽ നിന്നും 7-ാം ദിവസം നിവൃത്തനായി. താൻ സൃഷ്ടിച്ചുണ്ടാക്കിയ സകല പ്രവൃത്തിയിൽ നിന്നും അന്ന് നിവൃത്തനായതുകൊണ്ട് ദൈവം 7-ാം ദിവസത്തെ അനുഗ്രഹിച്ചു ശുദ്ധീകരിച്ചു. യഹോവയായ ദൈവം ഭൂമിയും ആകാശവും സൃഷ്ടിച്ച നാളിൽ ആകാശവും ഭൂമിയും സൃഷ്ടിച്ചതിൻ്റെ ഉൽപ്പത്തി വിവരം. വയലിലെ ചെടിയൊന്നും അതുവരെ ഭൂമിയിലുണ്ടായിരുന്നില്ല, വയലിലെ സസ്യം ഒന്നും മുളച്ചിരുന്നതുമില്ല. യഹോവയായ ദൈവം ഭൂമിയിൽ മഴ പെയ്യിച്ചിരുന്നില്ല, നിലത്ത് വേല ചെയ്യുവാൻ മനുഷ്യനും ഉണ്ടായിരുന്നില്ല. ഭൂമിയിൽ നിന്ന് മഞ്ഞു പൊങ്ങി നിലമൊക്കെയും നനച്ചു വന്നു. യഹോവയായ ദൈവം നിലത്തെ പൊടികൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചിട്ട് അവൻ്റെ മൂക്കിൽ ജീവശ്വാസം ഊതി മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു. അനന്തരം യഹോവയായ ദൈവം കിഴക്ക് ഏദനിൽ ഒരു തോട്ടമുണ്ടാക്കി താൻ സൃഷ്ടിച്ച മനുഷ്യനെ അവിടെയാക്കി. കാൺമാൻ ഭംഗിയുള്ളതും തിന്മാൻ നല്ല ഫലമുള്ളതുമായ ഓരോ വൃക്ഷവും തോട്ടത്തിൻ്റെ നടുവിൽ ജീവവൃക്ഷവും നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷവും യഹോവയായ ദൈവം നിലത്തുനിന്ന് മുളപ്പിച്ചു. തോട്ടം നനപ്പാൻ ഒരു നദി ഏദനിൽ നിന്ന് പുറപ്പെട്ടു. അത് അവിടെ നിന്ന് 4 ശാഖയായി പിരിഞ്ഞു. ഒന്നാമത്തേതിന് പീശോൻ എന്നു പേർ. അത് ഹവീല ദേശമൊക്കെയും ചുറ്റുന്നു. അവിടെ പൊന്നുണ്ട്, ആ ദേശത്തിലെ പൊന്ന് മേൽത്തരമാകുന്നു. അവിടെ ഗുൽഗുലുവും ഗോമേതകവും ഉണ്ട്. 2-ാം നദിക്ക് ഗീഹോൻ എന്നു പേർ. അത് കൂത് ദേശമൊക്കെയും ചുറ്റുന്നു. 3-ാം നദിക്ക് ഹിദ്ദേക്കൽ എന്നു പേർ. അത് അശ്ശൂരിനും കിഴക്കോട്ടൊഴുകുന്നു. 4-ാം നദി ഫ്രാത്ത് ആകുന്നു. യഹോവയായ ദൈവം മനുഷ്യനെ കൂട്ടിക്കൊണ്ടുപോയി ഏദൻ തോട്ടത്തിൽ വേല ചെയ്യുവാനും അതിനെ കാപ്പാനും അവിടെയാക്കി. യഹോവയായ ദൈവം മനുഷ്യനോട് കൽപ്പിച്ചതെന്തെന്നാൽ, തോട്ടത്തിലെ സകല വൃക്ഷങ്ങളുടെയും ഫലം നിനക്കിഷ്ടം പോലെ തിന്നാം, എന്നാൽ നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിൽ ഫലം തിന്നരുത്, തിന്നുന്ന നാളിൽ നീ മരിക്കും. അനന്തരം യഹോവയായ ദൈവം, മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല, ഞാൻ അവന് തക്കതായൊരു തുണ ഉണ്ടാക്കിക്കൊടുക്കും എന്നരുളി ചെയ്തു. യഹോവയായ ദൈവം ഭൂമിയിലെ സകല മൃഗങ്ങളെയും ആകാശത്തിലെ എല്ലാ പറവകളെയും നിലത്തു നിന്ന് നിർമ്മിച്ചിട്ട് മനുഷ്യൻ അവയ്ക്ക് എന്ത് പേരിടുമെന്ന് കാൺമാൻ അവൻ്റെ മുമ്പിൽ വരുത്തി. സകല ജീവജന്തുക്കൾക്കും മനുഷ്യൻ ഇട്ടത് അവയ്ക്ക് പേരായി. മനുഷ്യൻ എല്ലാ കന്നുകാലികൾക്കും ആകാശത്തിലെ പറവകൾക്കും എല്ലാ കാട്ടുമൃഗങ്ങൾക്കും പേരിട്ടു. എങ്കിലും മനുഷ്യന് തക്കതായൊരു തുണ കണ്ടുകിട്ടിയില്ല. ആകയാൽ യഹോവയായ ദൈവം മനുഷ്യന് ഒരു ഗാഢനിദ്ര വരുത്തി. അവൻ ഉറങ്ങിയപ്പോൾ അവൻ്റെ വാരിയെല്ലുകൾ ഒന്നെടുത്ത് അതിന് പകരം മാംസം പിടിപ്പിച്ചു. യഹോവയായ ദൈവം മനുഷ്യനിൽ നിന്നെടുത്ത വാരിയെല്ലിനെ ഒരു സ്ത്രീയാക്കി അവളെ മനുഷ്യൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. അപ്പോൾ മനുഷ്യൻ, ഇത് ഇപ്പോൾ എൻ്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥിയും എൻ്റെ മാംസത്തിൽ നിന്ന് മാംസവുമാകുന്നു. ഇവളെ നരനിൽ നിന്ന് എടുത്തിരിക്കയാൽ ഇവൾക്ക് നരി എന്ന് പേരാകും എന്ന് പറഞ്ഞു. യഹോവയായ ദൈവം ഉണ്ടാക്കിയ എല്ലാ കാട്ടുജാതിക്കളെക്കാളും പാമ്പ് കൗശലമേറിയതായിരുന്നു. അത് സ്ത്രീയോട്, തോട്ടത്തിലെ യാതൊരു വൃക്ഷത്തിൻ്റെ ഫലവും നിങ്ങൾ തിന്നരുതെന്ന് ദൈവം വാസ്തവമായി കൽപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. സ്ത്രീ പാമ്പിനോട്, തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ ഫലം ഞങ്ങൾക്ക് തിന്നാം, എന്നാൽ നിങ്ങൾ മരിക്കാതിരിക്കേണ്ടതിന് തോട്ടത്തിൻ്റെ നടുവിലുള്ള വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുത്, തൊടുകയും അരുത് എന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. പാമ്പ് സ്ത്രീയോട്, നിങ്ങൾ മരിക്കുകയില്ല നിശ്ചയം, അത് തിന്നുന്ന നാളിൽ നിങ്ങളുടെ കണ്ണ് തുറക്കുകയും നിങ്ങൾ നന്മ തിന്മകളെ അറിയുന്നവരായി ദൈവത്തെപ്പോലെ ആവുകയും ചെയ്യും എന്ന് ദൈവം അറിയുന്നു എന്ന് പറഞ്ഞു. ആ വൃക്ഷഫലം തിന്മാൻ നല്ലതും കാൺമാൻ ഭംഗിയുള്ളതും ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യവും എന്ന് സ്ത്രീ കണ്ടു. ഫലം പറിച്ചു തിന്നു ഭർത്താവിനും കൊടുത്തു, അവനും തിന്നു. ഉടനെ ഇരുവരുടെയും കണ്ണു തുറന്നു, തങ്ങൾ നഗ്നരെന്നറിഞ്ഞു. അത്തിയില കൂട്ടിത്തുന്നി തങ്ങൾക്ക് അരയാട ഉണ്ടാക്കി.
വെയിലാറിയപ്പോൾ യഹോവയായ ദൈവം തോട്ടത്തിൽ നടക്കുന്ന ഒച്ച അവർ കേട്ടു. മനുഷ്യനും ഭാര്യയും യഹോവയായ ദൈവം തങ്ങളെ കാണാതിരിപ്പാൻ തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ ഇടയിൽ ഒളിച്ചു. യഹോവയായ ദൈവം മനുഷ്യനെ വിളിച്ചു. നീ എവിടെയെന്ന് ചോദിച്ചു. തോട്ടത്തിൽ നിന്റെ ഒച്ച കേട്ടിട്ട് ഞാൻ നഗ്നനാകൊണ്ട് ഭയപ്പെട്ട് ഒളിച്ചു എന്ന് അവൻ പറഞ്ഞു. നീ നഗ്നനെന്ന് നിന്നോട് ആർ പറഞ്ഞു? തിന്നരുതെന്ന് ഞാൻ നിന്നോട് കൽപ്പിച്ച വൃക്ഷഫലം നീ തിന്നുവോ എന്നവൻ ചോദിച്ചു. അതിനു മനുഷ്യൻ, എന്നോടുകൂടെ ഇരിപ്പാൻ നീ തന്നിട്ടുള്ള സ്ത്രീ വൃക്ഷഫലം തന്നു, ഞാൻ തിന്നുകയും ചെയ്തു എന്ന് പറഞ്ഞു. യഹോവയായ ദൈവം സ്ത്രീയോട്, നീ ഈ ചെയ്തത് എന്ത് എന്ന് ചോദിച്ചതിന്, പാമ്പ് എന്നെ വഞ്ചിച്ചു, ഞാൻ തിന്നുപോയി എന്ന് സ്ത്രീ പറഞ്ഞു. യഹോവയായ ദൈവം പാമ്പിനോട് കൽപ്പിച്ചത്, നീ ഇത് ചെയ്യുക കൊണ്ട് എല്ലാ കന്നുകാലികളിലും എല്ലാ കാട്ടുമൃഗങ്ങളിലും വെച്ച് നീ ശപിക്കപ്പെട്ടിരിക്കുന്നു. നീ ഉരസ്സുകൊണ്ട് ഗമിച്ചു നിന്റെ ആയുഷ്കാലമൊക്കെയും പൊടി തിന്നും. ഞാൻ നിനക്കും സ്ത്രീക്കും നിന്റെ സന്തതിക്കും അവളുടെ സന്തതിക്കും തമ്മിൽ ശത്രുത്വമുണ്ടാക്കും. അവൻ നിന്റെ തല തകർക്കും, നീ അവൻ്റെ കുതികാൽ തകർക്കും. സ്ത്രീയോട് കൽപ്പിച്ചത്, ഞാൻ നിനക്ക് കഷ്ടവും ഗർഭധാരണവും ഏറ്റവും വർദ്ധിപ്പിക്കും. നീ വേദനയോടെ മക്കളെ പ്രസവിക്കും. നിന്റെ ആഗ്രഹം നിന്റെ ഭർത്താവിനോടാകും, അവൻ നിന്നെ ഭരിക്കും. മനുഷ്യനോട് കൽപ്പിച്ചതോ, നീ നിന്റെ ഭാര്യയുടെ വാക്കനുസരിക്കുകയും തിന്നരുതെന്ന് ഞാൻ കൽപ്പിച്ച വൃക്ഷഫലം തിന്നുകയും ചെയ്തതുകൊണ്ട് നിന്റെ നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടിരിക്കുന്നു. നിന്റെ ആയുഷ്കാലമൊക്കെയും നീ കഷ്ടതയോടെ അതിൽ നിന്ന് അഹോവൃത്തി കഴിക്കും. ഇതാണ് ബൈബിളിലെ കഥ. ബൈബിളിലെ കഥയും ഖുർആനിൽ പറഞ്ഞ കഥയും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ ഈ വായിക്കുമ്പോൾ ശ്രദ്ധിച്ച് കാണുമെന്ന് ഞാൻ കരുതുന്നു. ഇല്ലെങ്കിൽ നിങ്ങൾ ബൈബിളും ഖുർആനും ഒരിക്കൽ കൂടി എടുത്തിട്ട് അതൊന്ന് വായിച്ച് അതിലെ വ്യത്യാസങ്ങൾ എന്താണെന്ന് പരിശോധിക്കുക. ഒരുപാട് സമയം കളയാനില്ലാത്തതുകൊണ്ട് ഞാനത് ഓരോന്നോരോന്ന് പെറുക്കിയെടുത്ത് വിശദീകരിക്കുന്നില്ല. ഞാൻ ഈ കഥയെക്കുറിച്ച് പറയാൻ ഉദ്ദേശിക്കുന്നത്, ഈ കഥ മനുഷ്യൻ്റെ സാമാന്യ യുക്തിക്ക് നിരക്കാത്തതും മനുഷ്യൻ്റെ ധാർമ്മിക ചിന്തകളുമായി ഒരു തരത്തിലും പൊരുത്തപ്പെടാത്തതും ഇസ്ലാം എന്ന മൊത്തം കഥയുടെ തന്നെ സത്തയ്ക്ക് ഒരു നിരക്കും യോജിക്കാത്തതുമായ ഒരുപാട് വൈരുദ്ധ്യങ്ങളുടെ ഒരു കലവറയാണ്, ഒരു സമാഹാരമാണ് എന്ന് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി മാത്രമാണ്. അതിൻ്റെ തെളിവാണ് ഇതിലെ 30-ാമത്തെ വാക്യത്തിലെ ഖലീഫ എന്ന ഒറ്റ വാക്കിനെക്കുറിച്ച് ഇസ്ലാമിക പണ്ഡിതന്മാർ, ഖുർആൻ വ്യാഖ്യാതാക്കൾ കടന്ന് ഉരുളുകയും പെരളുകയും ചെയ്യുന്നതിൻ്റെ ദയനീയമായ ചിത്രം. ഖലീഫ എന്ന വാക്കിന് അറബി ഭാഷയിൽ പിൻഗാമി എന്നും പ്രതിനിധി എന്നുമാണ് അർത്ഥം. ഇവിടെ ഭൂമിയിൽ ഒരു ഖലീഫയെ നിയോഗിക്കാൻ പോവുകയാണ് എന്ന് മലക്കുകളോട് അള്ളാഹു പറഞ്ഞു എന്നും പറഞ്ഞാണ് ഈ കഥ തുടങ്ങുന്നത്. ആരുടെ ഖലീഫയാണ് ഭൂമിയിൽ? മനുഷ്യൻ. അള്ളാഹുവിൻ്റെ ഖലീഫയാണെങ്കിൽ അള്ളാഹുവിൻ്റെ പിൻഗാമിയോ അള്ളാഹുവിൻ്റെ പ്രതിനിധിയോ ആണ് എന്ന് വരും. അത് ഇസ്ലാമിൻ്റെ ഈ ദൈവശാസ്ത്രവുമായിട്ട് ഒരു നിലക്കും പൊരുത്തപ്പെടുന്നില്ല എന്നതുകൊണ്ടാണ് ഖലീഫ എന്ന വാക്കിന് അതല്ല അർത്ഥം, വേറെയാണ് അർത്ഥം, വേറെയാണ് ആശയം എന്നൊക്കെ പറഞ്ഞ് മുഫസ്സിറുകൾ ഉരുളുന്നത്. കാരണം ഇസ്ലാം കഥയിൽ മൊത്തം മനുഷ്യൻ ദൈവത്തിൻ്റെ അഥവാ അള്ളാഹുവിൻ്റെ വെറും അടിമയാണ് എന്നാണ് പറയുന്നത്. അടിമ എങ്ങനെയാണ് പ്രതിനിധിയാവുക? അടിമ എങ്ങനെയാണ് ഖലീഫ എന്ന പിൻഗാമിയാവുക? ഇവിടെ അള്ളാഹുവിൻ്റെ പിൻഗാമിയെന്നോ അള്ളാഹുവിൻ്റെ പ്രതിനിധിയെന്നോ പറയുമ്പോൾ അള്ളാഹുവിന് ഏറെക്കുറെ തുല്യമായിട്ടുള്ള ഒരു അസ്തിത്വം എന്ന് വരും. തുല്യമായിട്ടുള്ളൊരു അസ്തിത്വം എങ്ങനെയാണ് അള്ളാഹുവിൻ്റെ അടിമയാകുക? അപ്പോൾ ഇസ്ലാമും ഖുർആനും ആദ്യാവസാനം മനുഷ്യനെ അടിമയാക്കി മനുഷ്യനെ കൊണ്ട് ഇബാദത്ത്, അടിമവേല ചെയ്യിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ പറയുന്നത് അള്ളാഹുവിൻ്റെ ഖലീഫയാണ് ഭൂമിയിലെ മനുഷ്യൻ എന്നാണ്. അതോ ഇനി വേറെ ആരുടെയെങ്കിലും ഖലീഫയാണോ? അതും ചർച്ചാ വിഷയമാണ്. അതൊക്കെ സംശയത്തിന് ഇട നൽകിയിട്ടുള്ള കാര്യങ്ങളാണ്. ഇതിലുള്ള ആശയക്കുഴപ്പമാണ് ഈ മുഫസ്സിറുകളെ കുഴക്കിയിട്ടുള്ളത്. ഏതായാലും ഞാൻ ആ ഖലീഫമ കടന്ന് വട്ടം കറങ്ങാൻ ഉദ്ദേശിക്കുന്നില്ല. സാമാന്യ ബുദ്ധി ഉണ്ടെങ്കിൽ നിങ്ങൾ ആലോചിക്കുക, മനുഷ്യൻ ദൈവത്തിൻ്റെ അടിമയാണോ അതോ ദൈവത്തിൻ്റെ പ്രതിനിധിയാണോ? ഇത് പരസ്പര വിരുദ്ധമാണ്, ഒരു നിലക്കും പൊരുത്തപ്പെടാത്ത രണ്ട് ആശയങ്ങളാണ്. ഇനി മറ്റൊന്ന്, മലക്കുകൾ ആരാണ്? മലക്കുകളെക്കുറിച്ച് ഖുർആനിൽ തന്നെ പറയുന്നത് മലക്കുകൾ ദൈവത്തിൻ്റെ ആജ്ഞകളെ മറികടക്കുകയില്ല, ദൈവത്തിൻ്റെ ആജ്ഞയെ അനുസരിക്കുക മാത്രമേ ഉള്ളൂ എന്നാണ്. 21-ാം അധ്യായത്തിലൊക്കെ അത് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ദൈവം എന്തിനാണ് ദൈവത്തെ അനുസരിക്കാനും ദൈവത്തിൻ്റെ ആജ്ഞകൾ ശിരസാ വഹിക്കാനും വേണ്ടി മാത്രം റോബോട്ടുകളെ പോലെ സൃഷ്ടിച്ചു വെച്ചിട്ടുള്ള
ഫ്രീ വില്ലില്ലാത്ത, സ്വതന്ത്ര ഇച്ഛാശക്തിയില്ലാത്ത മലക്കുകൾ എന്ന തങ്ങളുടെ സൃഷ്ടികളോട് പോയിട്ട് താൻ സൃഷ്ടിക്കാൻ പോകുന്ന മറ്റൊരു ജീവിവർഗത്തെക്കുറിച്ച് അഭിപ്രായം ചോദിക്കുന്നത്? ദൈവത്തിന് അതിൻ്റെ ആവശ്യം എന്താണ് എന്ന് മാത്രമല്ല, അങ്ങനെ അഭിപ്രായം ചോദിക്കാൻ വേണ്ടിയിട്ട് ഈ റോബോട്ടുകളെയൊക്കെ വിളിച്ചുകൂട്ടിയ ദൈവം അവസാനം അവർ പറയുന്നത് കേട്ടിട്ട് അവരോട് വീമ്പ് പറയുകയാണ്. എന്താണ് അവർ പറഞ്ഞത്? ഈ സൃഷ്ടിക്കാൻ പോകുന്ന ജന്തുക്കൾ ഭൂമിയിൽ ചോര ചിന്തുകയും കുഴപ്പമുണ്ടാക്കുകയും ചെയ്യും, പിന്നെ നീ എന്തിനാണ് ഈ വയ്യാവേലിക്ക് പോകുന്നത് എന്ന് മലക്കുകൾ ഈ അള്ളാഹിനോട് ചോദിച്ചു എന്നാണ് പറയുന്നത്. ഇതേ അധ്യായത്തിൽ അടുത്ത വാക്യത്തിൽ പറയാൻ പോകുന്നത് മലക്കുകൾക്ക് അള്ളാഹു അറിയിച്ചു കൊടുത്ത അറിവല്ലാതെ വേറൊരു അറിവുമില്ല എന്നാണ്. പിന്നെ എവിടുന്നാണ് ഈ മലക്കുകൾക്ക് അള്ളാഹുവിനെ അമ്പരപ്പിക്കുന്ന തരത്തിലുള്ള ഈ ഭാവി ജാതകം കിട്ടിയത്? മനുഷ്യനെ സൃഷ്ടിക്കാൻ പോകുന്നതിന് മുമ്പ് തന്നെ മനുഷ്യൻ്റെ ജാതകം അള്ളാഹു മലക്കുകൾക്ക് കൊണ്ട് കൊടുത്തോ? അള്ളാഹു പഠിപ്പിച്ചു കൊടുത്ത വിവരമല്ലാതെ മലക്കുകൾക്ക് ഇല്ല എന്ന് പറയുന്നു. അങ്ങനെ അള്ളാഹു പഠിപ്പിച്ചു കൊടുത്ത വിവരം മാത്രമേ ഉള്ളൂ എങ്കിൽ ഈ റോബോട്ടുകളുടെ മുമ്പിൽ പോയിട്ട് ഞാനിങ്ങനെ സൃഷ്ടിക്കാൻ പോവുകയാണ്, എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് ചോദിക്കേണ്ട ആവശ്യം എന്താണ് ദൈവത്തിന്? അവിടെ ദൈവം എന്ന് പറയുന്ന സങ്കല്പം തന്നെ ആകെ തകിടം മറിയാണ്. ഇനി ദൈവം പറഞ്ഞു കൊടുത്തിട്ടാണ് ഈ വിവരം അവർക്ക് കിട്ടിയതെങ്കിൽ പിന്നെ ആ വിവരം വെച്ചിട്ട് അവരവരുടെ അഭിപ്രായം പറയുമ്പോൾ ദൈവം അവിടെ പോയിട്ട് വീമ്പ് പറയാം, ഇങ്ങൾക്കറിയാത്തത് എനിക്കറിയാം. അപ്പോൾ അള്ളാഹുവിന് ഇവരെക്കാട്ടിലും വിവരമുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി, പൊങ്ങച്ചം കാണിക്കാൻ വേണ്ടിയിട്ടാണോ അള്ളാഹു ഈ കപട നാടകം കളിക്കുന്നത്? അങ്ങനെ മലക്കുകൾ എന്ന് പറയുന്ന വെറും റോബോട്ടുകൾ, സ്വന്തമായി ചിന്തിക്കാനോ അനുസരണക്കേട് കാണിക്കാനോ കഴിയാത്ത ഈ മലക്കുകൾ അള്ളാഹു അഭിപ്രായം ചോദിച്ചപ്പോൾ അള്ളാഹുവിൻ്റെ അഭിപ്രായത്തെ മറികടന്നുകൊണ്ട് വേറൊരു അഭിപ്രായം പറയുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഇത് ഖുർആനിൽ പറയുന്ന കാര്യങ്ങൾക്കെതിരാണ്. ഖുർആനിൽ തന്നെ ഒരിക്കലും അള്ളാഹുവിൻ്റെ അഭിപ്രായങ്ങളെ മലക്കുകൾ മറികടക്കുകയില്ല, അള്ളാഹു പറയുന്നത് അതേപടി അനുസരിക്കുകയേ ഉള്ളൂ എന്ന് ഖുർആനിൽ തന്നെ പറയുന്നുണ്ട്. ആ പറഞ്ഞതിന് വിരുദ്ധമാണ് ഇവിടെ ഈ മലക്കുകൾ അള്ളാഹുവിൻ്റെ അഭിപ്രായത്തിനെതിരായിട്ട് അഭിപ്രായം പറഞ്ഞു എന്ന് പറയുന്നത്. അങ്ങനെ ഭൂമിയിൽ രക്തം ചിന്തുകയും കുഴപ്പമുണ്ടാക്കുകയും ചെയ്യുന്ന ഈ ജന്തുക്കളെ എന്തിനാണ് ഖലീഫയാക്കാൻ പോകുന്നത് എന്ന മലക്കുകളുടെ ചോദ്യം ന്യായമായിരിക്കെ അതൊക്കെ എനിക്ക് നിങ്ങളെക്കാളും വിവരമുണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് അതിൻ്റെ ഉത്തരമാകുന്നില്ല. അതവിടെ നിൽക്കട്ടെ. അത് കഴിഞ്ഞിട്ട് പിന്നെ അള്ളാഹു ഈ മലക്കുകളോട്, എങ്ങനെയുള്ള മലക്കുകളോട്? ഫ്രീ വില്ലില്ലാത്ത, അള്ളാഹുവിൻ്റെ ആജ്ഞകളെ അനുസരിക്കുക മാത്രം ചെയ്യുന്ന, അള്ളാഹുവിൻ്റെ അഭിപ്രായങ്ങളെ മറികടക്കാത്ത ഈ റോബോട്ടുകളായിട്ടുള്ള മലക്കുകളോട് അള്ളാഹു പോയിട്ട് പറയുകയാണ്, ഞാൻ ഈ സാധനം മണ്ണുകൊണ്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങൾ ആ സൃഷ്ടിയുടെ മുമ്പിൽ കുമ്പിട്ട് വണങ്ങണം, സുജൂദ് ചെയ്യണം എന്ന്. ഇത് ഇസ്ലാം എന്ന കഥയുടെ അടിസ്ഥാന സത്തയുമായി ഒരു തരത്തിലും പൊരുത്തപ്പെടുന്നതല്ല എന്ന് മാത്രമല്ല, ഇത് കഥയെ മൊത്തം ഉൾട്ടയാക്കുന്ന കഥയാണ്. കാരണം ഇസ്ലാം എന്താ പഠിപ്പിക്കുന്നത്? ഖുർആൻ എന്താ പഠിപ്പിച്ചിട്ടുള്ളത്? മനുഷ്യൻ കൂട്ടക്കൊല ചെയ്തോളൂ, കൂട്ടബലാത്സംഗം ചെയ്തോളൂ, വഞ്ചന ചെയ്തോളൂ, മോഷണം ചെയ്തോളൂ, എന്ത് തിന്മ വേണമെങ്കിലും ചെയ്തോളൂ, ഞാനിവിടെ പൊറുക്കലിൻ്റെ സൂപ്പർ മാർക്കറ്റും തുറന്നിരിക്കുകയാണ്, നിങ്ങൾക്കെല്ലാം പുറത്തു തരുന്ന. പക്ഷേ ഒരൊറ്റ കാര്യം മാത്രം നിങ്ങൾ ചെയ്താൽ ഒരിക്കലും പൊറുക്കില്ല, നിങ്ങൾ നിത്യനരകത്തിൽ കരിഞ്ഞുകൊണ്ടിരിക്കും. ഏതാണ് ആ പാപം? ആ പാപം ഈ മലക്കുകളോട് അള്ളാഹു ചെയ്യാൻ പറഞ്ഞ കാര്യമാണ്. സൃഷ്ടിയെ സുജൂദ് ചെയ്യുക, അതിൻ്റെ പേരാണ് സിർക്ക്. സൃഷ്ടികളെ കുമ്പിട്ട് വണങ്ങുക എന്ന ഏർപ്പാടിനാണ് ഈ സിർക്ക് എന്ന് പറയുന്നത്. ആ സിർക്ക് മാത്രമാണ് അള്ളാഹുവിൻ്റെ പൊറുക്കൽ സൂപ്പർ മാർക്കറ്റിൽ എടുക്കാത്ത ചരക്ക്. അള്ളാഹു നിത്യനരകത്തിലിട്ട് പൊരിക്കാൻ മാത്രം ഭീകരമായ തിന്മയാണ് ഈ സിർക്ക് എന്ന് പഠിപ്പിക്കാൻ വേണ്ടിയാണ് അള്ളാഹു 1,00,000-ൽ പരം പ്രവാചകന്മാരെ കിതാബുകളും കൊണ്ട് ഈ ഭൂമിയിലേക്ക് അയച്ചിട്ടുള്ളത് എന്ന് പറയുന്ന ഒരു കഥയിലാണ് തൻ്റെ സൃഷ്ടികളോട് സിർക്ക് ചെയ്യാൻ ഉപദേശിച്ചു. അപ്പോൾ അവർ സിർക്ക് ചെയ്തു എന്ന് വലിയ വായിൽ പോരിശ പറയുന്നത്. അപ്പോൾ ഇത് അള്ളാഹു സ്വയം വിഡ്ഢിയാവുകയാണോ, നമ്മളെയൊക്കെ വിഡ്ഢികളാക്കുകയാണോ, അതോ അള്ളാഹു ഈ കഥ ആകെ മൊത്തം നമ്മളിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കാൻ വേണ്ടി അവതരിപ്പിച്ചതാണോ? ഇതൊക്കെ ഒരു സാമാന്യ ബുദ്ധി ഉപയോഗിച്ചിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അങ്ങനെ ഈ മലക്കുകളെല്ലാവരും കൂടെ സുജൂദ് ചെയ്തു, ഒരുത്തനൊഴികെ. അവിടെയും ഉണ്ട് പ്രശ്നം.
കാരണം മലക്കുകൾ എന്ന് പറയുന്ന ജീവികൾ അള്ളാഹു എന്ത് പറഞ്ഞാലും അതനുസരിക്കുക മാത്രമേ ഉള്ളൂ എന്നും മറികടക്കുകയില്ല എന്നും ആജ്ഞയെ മറികടക്കുകയില്ല എന്നും പറയുന്ന അതേ ഖുർആനിലാണ് മലക്കുകളോട് സുജൂദ് ചെയ്യാൻ പറഞ്ഞപ്പോൾ ഒരുത്തൻ അനുസരണക്കേട് കാണിച്ചു എന്ന കഥ പറയുന്നത്. ആ വൈരുദ്ധ്യം സ്വയം മനസ്സിലാക്കിയത് കൊണ്ടാണോ എന്തോ അറിയില്ല, പിന്നെ ഈ കഥ വിവരിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഈ ഇബ്ലീസ് എന്ന് പറയുന്ന മലക്കിനെ സ്പീഷീസ് മാറ്റിയിട്ട് ശസ്ത്രക്രിയ ചെയ്ത് ജിന്നാക്കി മാറ്റിയിട്ടുണ്ട്. അത് ആദ്യം മലക്കായിരുന്നു, പിന്നെ ജിന്നായതാണെന്നുള്ള അഭിപ്രായമുണ്ട്, അതല്ല ആദ്യമേ ജിന്നാണ് എന്നുള്ള അഭിപ്രായമുണ്ട്. ഈ അഭിപ്രായങ്ങളൊക്കെ വരാൻ കാരണം എന്താ വെച്ചാൽ ഈ കഥ പൊരുത്തപ്പെടാത്തതുകൊണ്ടാണ്. കാരണം ആദ്യമേ ജിന്നാണെങ്കിൽ പിന്നെ അയാൾ അവിടെ പോയി ഇരിക്കേണ്ട യാതൊരു കാര്യമില്ല. മലക്കുകളുടെ ഒരു സദസ്സിൽ ഈ ജിന്ന് കയറി ഇരിക്കേണ്ട യാതൊരു കാര്യമില്ല. ഒരു ബോയ്സ് സ്കൂളിൽ കുട്ടികളോട് അധ്യാപകൻ പറയുകയാണ്, നിങ്ങൾ ആൺകുട്ടികളെ നിങ്ങളെല്ലാവരും എഴുന്നേറ്റ് നിൽക്കൂ എന്ന് ആജ്ഞാപിച്ചപ്പോൾ ഫാത്തിമ ഒഴികെ എല്ലാവരും എഴുന്നേറ്റ് നിന്നു എന്ന് പറഞ്ഞാൽ എത്രമാത്രം വലിയ മണ്ടത്തരമാണത്. അതേപോലെയാണ് ഇവിടെ. എന്തിനാണ് ബോയ്സ് ഹൈസ്കൂളിൽ ബോയ്സിൻ്റെ ക്ലാസ്സിൽ ഫാത്തിമ പോയിരുന്നത്? അതേപോലെ തന്നെയാണ് ഇവിടെ മലക്കുകളുടെ സദസ്സിൽ എന്തിനാണ് ഈ ജിന്ന് പോയിരുന്നത്? ആ ചോദ്യത്തിന് ഖുർആനിൽ ഉത്തരമില്ല. മുഫസ്സിറുകൾ കടന്ന് ഉരുളുകയാണ്. എന്നിട്ട് ഇയാൾ ജിന്നാണെന്നാണ് പറയുന്നത്. ജിന്നാണെങ്കിൽ അയാൾ അവിടെ പോയിരിക്കേണ്ട കാര്യമല്ല. ജിന്നാണെങ്കിൽ അയാൾ അനുസരിച്ചില്ല എന്ന് പറഞ്ഞിട്ട് അള്ളാഹു ഇങ്ങനെ ബേജാറായി ചീത്ത വിളിക്കേണ്ട കാര്യമില്ല, പുറത്താക്കേണ്ട കാര്യമില്ല. കാരണം ജിന്നുകൾക്ക് ഫ്രീ വില്ലുണ്ട്. ജിന്നുകൾ ഒരിക്കലും സിർക്ക് ചെയ്യില്ല എന്ന് പറഞ്ഞാൽ അത് വളരെ ന്യായമാണ്. ഇവിടെ സിർക്ക് ചെയ്യാതെ മാറി നിന്നത് ആൾ ജിന്നായാലും മലക്കായാലും പ്രശ്നം തീരില്ല. ജിന്നാണെങ്കിൽ അയാൾ ചെയ്തതാണ് ഏറ്റവും വലിയ ശരി. കാരണം അയാളെ എന്ത് പറഞ്ഞാണ് പഠിപ്പിച്ചിട്ടുള്ളത്? മനുഷ്യരെയും ജിന്നുകളെയും എന്ത് പറഞ്ഞ് പഠിപ്പിക്കാനാണ് അള്ളാഹു തുടക്കം മുതൽ അവസാനം വരെ ശ്രമിച്ചിട്ടുള്ളത്? നിങ്ങൾ സൃഷ്ടിയെ വണങ്ങരുത്, സൃഷ്ടിയെ വണങ്ങൽ സിർക്കാണ്, ബാക്കിയുള്ള എല്ലാ പാപവും പൊറുക്കും, ഇത് പൊറുക്കൂല. അങ്ങനെ അള്ളാഹു ഒരിക്കലും പൊറുക്കാത്തൊരു പാപം മലക്കുകളോട് ചെയ്യാൻ പറയുമ്പോൾ അവിടെ കുത്തിയിരിക്കുന്ന ജിന്ന് എന്തിനാണ് അവിടെ പോയിട്ട് സുജൂദ് ചെയ്യേണ്ട ആവശ്യം? അപ്പോൾ അവിടെ യാതൊരു പ്രസക്തിയും ഇല്ലാത്ത ഒരു കാര്യത്തിനാണ് ജിന്നിനെ കുറ്റപ്പെടുത്തുന്നത്, പുറത്താക്കുകയും ചെയ്യുന്നത്. എന്തിനാണ് പുറത്താക്കുന്നത്? ഒരു തിന്മ ചെയ്യാതിരുന്നതിന്. ഏത് തിന്മ? ഭൂലോകത്തെ ഏറ്റവും വലിയ തിന്മ, അള്ളാഹു ഒരിക്കലും പൊറുക്കാത്ത തിന്മ ചെയ്യാതിരുന്നു എന്ന കുറ്റത്തിനാണ് ഇബ്ലീസിനെ അവിടുന്ന് പുറത്താക്കുന്നത്. ഇതൊക്കെ ഈ മൊത്തം കഥയുമായിട്ട് പരസ്പരം കൊമ്പ് കോർക്കുന്ന വൈരുദ്ധ്യങ്ങളാണ് എന്ന് സാമാന്യ ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാക്കാൻ യാതൊരു പ്രയാസവുമില്ല. എന്നാൽ ബൈബിളിൽ നമ്മൾ വായിച്ചു, അവിടെ ഈ കുമ്പിടിക്കലും സുജൂദ് ചെയ്യിക്കലും അങ്ങനെയുള്ള കഥകളൊന്നും അവിടെ പറയുന്നില്ല. പിന്നെ എവിടുന്നാണ് മുഹമ്മദിന് ഈ കഥകൾ, ഏത് പെരുങ്കൊല്ലൻ്റെ ആലയിൽ നിന്നാണ് മുഹമ്മദിന് ഈ കഥകൾ കിട്ടിയത് എന്നുള്ളത് ഗവേഷണ വിഷയമായിട്ട് നമ്മൾ എടുക്കേണ്ടതാണ് എന്നാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്. ഇനി അത് കഴിഞ്ഞ് 31-ാമത്തെ വാക്യത്തിൽ അവൻ ആദമിന് നാമങ്ങളെല്ലാം പഠിപ്പിച്ചു, പിന്നീട് ആ പേരിട്ടവയെ അവൻ മലക്കുകൾക്ക് കാണിച്ചു. എന്നിട്ടവൻ ആജ്ഞാപിച്ചു, നിങ്ങൾ സത്യവാന്മാരാണെങ്കിൽ ഇവയുടെ നാമങ്ങൾ എനിക്ക് പറഞ്ഞു തരൂ. ഇവിടെ മലക്കുകൾക്ക് അറിവില്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു ഇവിടെ ഒരു പൊട്ട നാടകം കളിക്കുകയാണ്. ഇതും ബൈബിളിന് വിരുദ്ധമാണ്. ബൈബിളിൽ അള്ളാഹു പഠിപ്പിച്ചു എന്നല്ല പറയുന്നത്, അല്ലെങ്കിൽ യഹോവ പഠിപ്പിച്ചു എന്നല്ല പറയുന്നത്, മനുഷ്യൻ പേരിട്ടു എന്നാണ് ബൈബിളിൽ പറയുന്നത്. ഇവിടെ മനുഷ്യനല്ല പേരിടുന്നത്, മൂപ്പര് തന്നെ ഓരോന്നിനും പേര് ഓരോ സാധനം ഇങ്ങനെ പറക്കി വെച്ചിട്ട് അത് പോത്ത്, അത് പട്ടി, അത് പൂച്ച എന്ന് പറഞ്ഞിട്ട് മൂപ്പര് പഠിപ്പിച്ചു എന്നാണ് പറയുന്നത്. അങ്ങനെ എല്ലാ സാധനങ്ങളുടെയും പേര് ഈ ആദമിന് പഠിപ്പിച്ചു കൊടുത്തിട്ട് ഈ സാധനങ്ങളൊക്കെ ആയിട്ട് ഹാജരാക്കുക. എന്നിട്ട് അള്ളാഹ് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ഇതിൻ്റെയൊക്കെ പേര് പറയാൻ പറ്റുമോ? അപ്പോൾ അവരെന്താ പറയുന്നത്? അള്ളാഹ് ഇജ്ജ് പറഞ്ഞു എന്ന് പഠിപ്പിച്ചതല്ലാത്ത ഒരു വിവരവും ഞങ്ങളുടെ കയ്യിലില്ല. പിന്നെ എങ്ങനെയാണ് അവർക്ക് മനുഷ്യന്മാർ ഇവിടെ ചോര ചിന്താൻ പോകുന്നവരും ഹലാക്കുണ്ടാക്കാൻ പോകുന്നവരുമാണെന്നുള്ള വിവരം കിട്ടിയത്? അത് അള്ളാഹ് പഠിപ്പിച്ചിരുന്നു. അള്ളാഹ് പഠിപ്പിച്ചിരുന്നു എങ്കിൽ പിന്നെ എന്തിനാണ് അള്ളാഹ് അവരോട് പോയിട്ട് അഭിപ്രായം ചോദിച്ചത്? അവിടെയൊക്കെ വൈരുദ്ധ്യങ്ങളാണുള്ളത്. എന്നിട്ട് ഈ പേരുകളെല്ലാം പഠിപ്പിച്ചിട്ട് അവിടെ ചെന്ന് മലക്കുകൾക്ക് ആ പേരൊന്നും പറയാൻ കഴിയില്ല. ആദമിങ്ങനെ സറപറാന്ന് പേരുകളൊക്കെ പറഞ്ഞപ്പോൾ മലക്കുകൾ ചമ്മിപ്പോയി എന്നാണ് ഇവിടെ പറയുന്നത്. ഇനി ഇബ്ലീസ് പറയുന്ന ഒരു വാചകം ഈ 2-ാം അധ്യായത്തിൽ ഞാൻ ഈ വിവരിച്ച കഥയിൽ ആ കാര്യം പറയുന്നില്ല, പക്ഷേ 7-ാം അധ്യായത്തിലും ഞാൻ വിവരിച്ച കൂട്ടത്തിൽ പറയുന്നുണ്ട്. കുമ്പിടാൻ അല്ലെങ്കിൽ സിർക്ക് ചെയ്യാൻ വിസമ്മതിച്ചതിൻ്റെ പേരിൽ പുറത്തു പോകാൻ പറയുമ്പോൾ ഇബ്ലീസ് പറയുന്നൊരു വാചകം പ്രത്യേകം ശ്രദ്ധിക്കുക എന്ന് ഞാൻ പറഞ്ഞു വായിച്ചത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതിലെന്താ പറയുന്നത്? ഇബ്ലീസ് പറയുന്നത്, നീ എന്നെ വഞ്ചിച്ചു, നീ എന്നെ വഴി പിഴപ്പിച്ചു, അതിനാൽ ഞാൻ അവരെ മുഴുവൻ വഴിതെറ്റിക്കും എന്നാണ്. അപ്പോൾ അള്ളാഹു ഇബ്ലീസിനെ വഞ്ചിച്ചു എന്നും വഴിതെറ്റിച്ചു എന്നും ഈ കഥയിൽ
അള്ളാഹു തന്നെ പറയുന്നുണ്ട്. അള്ളാഹു അതിനെ എവിടെയും നിഷേധിക്കുന്നുമില്ല. അപ്പം എന്താ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? അള്ളാഹു മൊത്തത്തിലൊരു കപട നാടകമാണ് ഇവിടെ കളിക്കുന്നത്. മനുഷ്യരോട് ശിർക്ക് ചെയ്യരുത് എന്ന് പറഞ്ഞ് പഠിപ്പിച്ച്, അത് ജിന്നുകളോടും പറഞ്ഞ് പഠിപ്പിച്ചിട്ട് മലക്കുകളോട് ശിർക്ക് ചെയ്യാൻ പറഞ്ഞപ്പോൾ ജിന്ന് അത് ചെയ്യാതെ, ശിർക്ക് ചെയ്യാതെ മാറി നിന്നു എന്നതിൻ്റെ പേരിൽ ആ ജിന്നിനെ ഇബ്ലീസ് എന്ന് വിളിച്ച് കുറ്റപ്പെടുത്തിക്കൊണ്ട് സകല തിന്മയുടെയും പ്രതീകമായിട്ട് ഇങ്ങോട്ട് പറഞ്ഞയക്കണം. അങ്ങനെ പറഞ്ഞയക്കുമ്പോൾ ഈ ഇബ്ലീസ് ഞാൻ ലോകാവസാനം വരെ അവിടെ പോയിട്ട് വരെ പഴപ്പിക്കും, അതിനുള്ള അനുവാദം തരണം എന്ന് പറയുമ്പോൾ ഓക്കെ റെഡി, അനുവാദം തന്നിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് മനുഷ്യരെ വഴിപഴപ്പിക്കാൻ ഇങ്ങോട്ട് വിടുകയാണ്. എന്താണ് മനുഷ്യരെ വഴിപഴപ്പിക്കാൻ വേണ്ടിയിട്ട് ഇബ്ലീസിനെ പുറത്താക്കി ഇങ്ങോട്ട് വിടാൻ കാരണം? ഇബ്ലീസ് ശിർക്ക് ചെയ്തില്ല എന്നത്. എന്നിട്ട് ഈ മനുഷ്യരെ എന്താണ് അള്ളാഹു ദൂതന്മാരെ അയച്ച് പഠിപ്പിക്കുന്നത്? നിങ്ങൾ ശിർക്ക് ചെയ്യരുത്, വേറെ എന്ത് പാപം ചെയ്താലും ഞാൻ പൊറുക്ക കച്ചവടം കൊണ്ടുവിടെ ഇരിക്കുകയാണ്. ഇതൊക്കെ കൂടെ എങ്ങനെയാണ് കൂട്ടരെ ഒരു ചങ്കിൽ കൂടെ വിഴുങ്ങുക, ഒരു തലക്കകത്ത് വെച്ച് കെട്ടുക? ഇതാണ് എൻ്റെ ചോദ്യം. പിന്നെ സ്വർഗത്തിലെ ജ്ഞാനവൃക്ഷം അവിടെ നിന്ന് കായ തിന്നാൻ ഒക്കെ ഈ ഇബ്ലീസ് അവിടെ എത്തുന്നുണ്ട്. സ്വർഗത്തിലാണ് ഈ സംഭവം നടക്കുന്നത്. പക്ഷേ അള്ളാഹു അതിനു മുമ്പേ ഇബ്ലീസിനോട് സ്വർഗത്തിൽ നിന്ന് പുറത്തു പോകാൻ ആജ്ഞാപിച്ചിട്ടുണ്ട്. അപ്പോൾ സ്വർഗത്തിൽ നിന്ന് പുറത്തു പോകാൻ ആജ്ഞാപിച്ചിട്ടും ഇബ്ലീസ് സ്വർഗത്തിലെ കാട്ടിലെവിടെയോ ഒളിച്ചിരിക്കുകയായിരുന്നു അള്ളാഹിനെ പറ്റിച്ചിട്ട്. എന്നിട്ട് ഇബ്ലീസ് സ്വർഗത്തിൽ വെച്ച് തന്നെ ആദമിനെയും ഹവയെയും പറ്റിച്ചു എന്നാണ് പറയുന്നത്. ആ പറ്റിക്കലിൻ്റെ കഥ നിങ്ങളൊന്ന് വായിച്ചു നോക്കൂ. എന്താ അതിലെ പറ്റിക്കൽ? അവർക്ക് നഗ്നത ബോധ്യപ്പെടുത്തി കൊടുത്തു, അങ്ങനെ അവർ വസ്ത്രം ധരിക്കാൻ പഠിപ്പിച്ചു. ഇതാണ് വലിയ പ്രശ്നം. വിജ്ഞാനത്തിൻ്റെ കനി തിന്നാൻ അവരെ പഠിപ്പിച്ചു. ഇതിനൊക്കെ നമ്മളൊന്ന് അനലൈസ് ചെയ്താൽ മനുഷ്യനോട് അറിവ് നേടാനും സംസ്കാരം നേടാനും വസ്ത്രം ധരിക്കാനും മനുഷ്യനോട് പുരോഗതി നേടാനുമൊക്കെ കൽപ്പിച്ചതും അതിനുവേണ്ട ഏർപ്പാട് ചെയ്തതുമൊക്കെ ഇബ്ലീസാണ് എന്ന് ഈ കഥയിൽ നിന്ന് നമുക്ക് കൃത്യമായിട്ട് വായിച്ചെടുക്കാം. അങ്ങനെയാണെങ്കിൽ അള്ളാഹുവിൻ്റെ ഈ കപട നാടകത്തിൽ നമ്മൾ ആരെ ഫോളോ ചെയ്താലാണ് വിജയം കണ്ടെത്തുക? അള്ളാഹു എന്ന ഈ കപടനാട്യക്കാരൻ പറഞ്ഞയക്കുന്ന മുഹമ്മദിനെ പോലെയുള്ള കള്ളപ്രവാചകന്മാർ പറയുന്ന വിഡ്ഢിത്തങ്ങളാണോ, അതോ മനുഷ്യനെ സ്വതന്ത്രമായി ചിന്തിക്കാനും അറിവ് നേടാനും സംസ്കാരം നേടാനും പഠിപ്പിച്ച ഈ ഇബ്ലീസിനെയാണോ മനുഷ്യർ പിൻപറ്റേണ്ടത് എന്ന കാര്യം ചിന്തിക്കുന്നവർക്ക് നല്ല ഒന്നാന്തരം ദൃഷ്ടാന്തമാണ്. ഇതാണ് ഈ ഖുർആനിലെ കഥകൾ മൊത്തം വൈരുദ്ധ്യമാണ് എന്നും ഇത് മൊത്തം ആശയക്കുഴപ്പമുണ്ടാക്കുന്ന കഥകളാണ് എന്നും പറയാൻ കാരണം. ഇതിനൊക്കെ മുഫസ്സിറുകൾ എന്ന് പറയുന്ന വിഡ്ഢിക്കൂട്ടങ്ങൾ എഴുതി കൂട്ടിയിട്ടുള്ള മണ്ടത്തരങ്ങൾക്ക് കയ്യും കണക്കുമില്ല. ഞാൻ അതൊന്നും വായിച്ച് ചർച്ച ചെയ്യാൻ പോകുന്നില്ല. കാരണം അതിലൊന്നും യാതൊരു കഥയില്ല, പ്രസക്തിയുമില്ല. നമുക്ക് നമ്മുടെ യുക്തി ഉപയോഗിച്ച് ബുദ്ധി ഉപയോഗിച്ചിട്ട് ഈ ഒരൊറ്റ കഥയെ അനലൈസ് ചെയ്താൽ തന്നെ ഇസ്ലാം എന്ന കഥ മൊത്തം പൊട്ടക്കഥയാണെന്നും മൊത്തം വിരോധാഭാസമാണെന്നും മനുഷ്യൻ്റെ സാമാന്യ യുക്തിയെ കൊഞ്ഞനം കാട്ടുന്ന ഒരു ഭീകരമായ വിരോധാഭാസ കഥയാണ് എന്നും കൃത്യമായിട്ട് മനസ്സിലാവും. ഇത് ബൈബിളിൽ പറഞ്ഞ കഥയാണ്. ബൈബിൾ കഥയിലും പൊട്ടത്തരങ്ങളുണ്ട്. ബൈബിൾ കഥയിലെ പൊട്ടത്തരങ്ങൾക്ക് കുറച്ചും കൂടെ പൊട്ടത്തരങ്ങൾ വെച്ച് കെട്ടിക്കൊണ്ടാണ് ഖുർആനിലൂടെയും ഹദീസിലൂടെയും മുഹമ്മദ് ഈ കഥ നമ്മളോട് പറയുന്നത്. ഈ ഇബ്ലീസ് ഇവിടെ അള്ളാഹുവിനെ വെല്ലുവിളിക്കുന്നുണ്ട്. എന്നെ വഞ്ചിച്ചതിന്, എന്നെ വഴിപിഴപ്പിച്ചതിന് പകരം ഞാൻ അവരെ വഴിപിഴപ്പിക്കും, നിൻ്റെ മാർഗത്തിൽ നിന്ന് വഴി തെറ്റിക്കും എന്നാണ് വെല്ലുവിളി. അങ്ങനെയാണെങ്കിൽ ഈ ഇബ്ലീസ് ഭൂമിയിൽ വന്നിട്ട് എന്തായിരിക്കും ചെയ്തിട്ടുണ്ടാവുക? എവിടെയായിരിക്കും ഇബ്ലീസ് പണിയെടുത്തിട്ടുണ്ടാവുക? ഓരോ മനുഷ്യന്മാരായ വ്യക്തികളുടെ ചെവിയിൽ പോയിട്ട് മന്ത്രിച്ചിട്ടോ അല്ലെങ്കിൽ അവരുടെ നിത്യജീവിതത്തിൽ വന്നിട്ട് ഇടപെട്ടിട്ടോ ഈ കോടാനകോടി മനുഷ്യരെ, തലമുറകളിലൂടെ ലോകത്ത് ജീവിക്കുന്ന മനുഷ്യരെ ഒറ്റക്കൊറ്റക്കൊറ്റക്ക് ഇങ്ങനെ എടുത്തിട്ട് കൈകാര്യം ചെയ്യുകയാണോ ഇബ്ലീസ് ചെയ്തിട്ടുണ്ടാവുക? ഇബ്ലീസ് ബുദ്ധിയുള്ള ആളാണോ? ഇബ്ലീസിൻ്റെ ഈ വാഗ്ദാനം അനുസരിച്ച് ഇബ്ലീസ് എവിടെയാണ് പണിയെടുത്തിട്ടുണ്ടാവുക? ഇബ്ലീസ് ഏറ്റവും ടോപ്പിൽ പണിയെടുത്തിട്ടുണ്ടാവും. അള്ളാഹു മനുഷ്യരെ നന്നാക്കാൻ എന്നും പറഞ്ഞിട്ട് കിതാബും കൊണ്ടിങ്ങോട്ട് പറഞ്ഞയക്കുന്ന ദൂതന്മാരുടെ വായിലും ചെവിയിലും അവരെ പിഴപ്പിക്കാൻ വേണ്ട സാധനങ്ങൾ കൊണ്ടേ തിരികെ കയറ്റിക്കൊണ്ട് ഈ പ്രവാചകന്മാരെ മുഴുവൻ വഴിതെറ്റിച്ചുകൊണ്ട് മനുഷ്യരാശിയെ ഹോൾസെയിലായിട്ട് വഴിതെറ്റിക്കുക എന്ന പണിയാവും ഇബ്ലീസ് ചെയ്തിട്ടുണ്ടാവുക.
അങ്ങനെ ആയിരിക്കാം ഇസ്ലാം എന്ന മതം സിർക്കിൻ്റെ മതമായിട്ട് അധപ്പതിച്ചത്. ഇസ്ലാം എന്ന മതം വിഗ്രഹാരാധനയുടെ ചളിക്കുണ്ടിൽ ചെന്ന് വീഴാൻ കാരണം, സൃഷ്ടി ആരാധയുടെ പൊട്ടക്കിണറ്റിൽ ചെന്ന് പതിക്കാൻ കാരണം ഇബ്ലീസ് പണിയെടുക്കേണ്ടടുത്ത് ഹോൾസെയിലായിട്ട് പണിയെടുത്തതിൻ്റെ ഫലമല്ല എന്ന് എങ്ങനെയാണ് നിങ്ങൾക്ക് ഉറപ്പിക്കാൻ പറ്റുക? അങ്ങനെയാണെങ്കിൽ ഈ ലോകത്ത് ഈ നന്മയുടെ പ്രതീകമായ, അറിവിൻ്റെ പ്രതീകമായ, സംസ്കാരത്തിൻ്റെ പ്രതീകമായ ഇബ്ലീസിനെ പിൻപറ്റുന്ന മനുഷ്യരെ നാളെ സ്വർഗത്തിലേക്കും ഈ പ്രവാചകന്മാരും എന്നും പറഞ്ഞയച്ച മുഹമ്മദിനെ പോലെയുള്ള തല്ലിപ്പൊളികളുടെ എല്ലാ വൃത്തികേടുകളെയും ഫോളോ ചെയ്തുകൊണ്ട് സിർക്കിൽ മൂക്കുകുത്തിക്കടന്ന് സകലമാന തെമ്മാടിത്തങ്ങളും ചെയ്ത് ഈ ലോകത്തെ ചോരപ്പുഴയിൽ മുക്കിയ ഈ മതവിശ്വാസികളെ മുഴുവൻ പിടിച്ച് നരകത്തിലും ഇട്ടുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ പരീക്ഷണം നാളെ പരിസമാപ്തിയിലാവുക എന്ന് ചിന്തിച്ചാൽ അതിൽ വല്ല കുഴപ്പമുണ്ടോ? ഈ ഇബ്ലീസിൻ്റെ കഥ വായിച്ചപ്പോൾ എനിക്ക് ആദ്യം വായിച്ചപ്പോൾ തന്നെ തോന്നിയത് അതാണ്, ഇബ്ലീസാണ് ശരി. സിർക്ക് ചെയ്യാൻ കൂട്ടാക്കിയില്ല. സിർക്ക് ചെയ്യാൻ ഒരു കാരണവശാലും ഞാൻ കൂട്ടാക്കില്ല എന്ന് പറഞ്ഞപ്പോൾ ആ ഇബ്ലീസിനെ അവിടുന്ന് മനുഷ്യരെ മുഴുവൻ പോയി വഴിപഴപ്പിച്ചോ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് പറഞ്ഞു വിടുന്ന അള്ളാഹു യഥാർത്ഥത്തിൽ ഇബ്ലീസിനേക്കാളും വലിയ പെരുമ്പിശാചാണ് എന്നാണ് ഈ കഥ പറയുന്നത്. എന്തിനാണ് അള്ളാഹു ഈ ഇബ്ലീസ് എന്ന കഥാപാത്രത്തെ ആ സുജൂദ് ചെയ്യുന്ന മലക്കുകളുടെ സദസ്സിൽ കൊണ്ടേ ഇരുത്തിയത്? അയാൾ അവിടെ ഇരിക്കേണ്ട ആളല്ല, അയാൾ വേറെ സ്പീഷീസ് ആണെങ്കിൽ എന്തിനാ അയാൾ അവിടെ കൊണ്ടേ ഇരുത്തി? മലക്കുകളോട് കുമ്പിടാൻ പറഞ്ഞിട്ട് ജിന്ന് കുമ്പിട്ടില്ലെങ്കിൽ പിന്നെ അതിൻ്റെ പേരിൽ അയാളെ കുറ്റം പറയേണ്ട ആവശ്യമെന്ത്? അതിനെന്ത് പ്രസക്തിയാണുള്ളത്? അതല്ല, അയാൾ മലക്കായിരുന്നുവെങ്കിൽ ആ മലക്ക് പിന്നീട് ജിന്നായി മാറിയതാണെങ്കിൽ അള്ളാഹുവിൻ്റെ സൃഷ്ടി പഴച്ചു എന്നല്ല എൻ്റെ അർത്ഥം. മലക്കുകളെ അള്ളാഹു സൃഷ്ടിച്ചത് ഫ്രീ വില്ലില്ലാത്ത, സ്വതന്ത്രമായി ചിന്തിക്കാൻ പറ്റാത്ത വെറും റോബോട്ടുകളായിട്ടാണ് എന്ന് ഈ ഖുർആൻ പറയുന്നു. അങ്ങനെയാണെങ്കിൽ അള്ളാഹു ഉണ്ടാക്കിയ റോബോട്ട് ഒന്ന് കേടായി എന്നല്ല അർത്ഥം. എന്നിട്ട് അള്ളാഹു കേടായ ആ ഒരു റോബോട്ടിനെയാണോ മനുഷ്യൻ്റെ അടിയിലേക്ക് ലോകാവസാനം വരേക്ക് പറഞ്ഞയച്ചത്? മനുഷ്യരെ മുഴുവൻ പഴപ്പിക്കാൻ വേണ്ടിയിട്ട്. എന്ത് തരം പരീക്ഷണമാണ് ഇത്? ഇത് ക്രൂരമായ കപട നാടകമല്ലേ? ഈ കഥ മൊത്തം ഒരു കപട നാടകമാണ്. എന്തിനാണ് അള്ളാഹു എന്ന് പറയുന്ന ദൈവം ഈ കപട കഥയിലൂടെ, ഈ കപട നാടകത്തിലൂടെ മനുഷ്യരെ വിഡ്ഢികളാക്കുകയോ അല്ലെങ്കിൽ സ്വയം വിഡ്ഢിവേഷം കെട്ടുകയോ ചെയ്യുന്നത്? ഇതിനൊന്നും വിശ്വാസികൾക്ക് യുക്തിക്ക് നിരക്കുന്ന ഉത്തരം പറയാൻ കഴിയില്ല. കാരണം ഇതൊക്കെ പണ്ട് കാലത്ത് മനുഷ്യർ മെനഞ്ഞുണ്ടാക്കിയ കഥകളാണ്. ആ കഥകൾ ഇങ്ങനെ തലമുറകൾ കൈമാറിയപ്പോൾ, ഓരോ വിഭാഗക്കാർ മറ്റൊരു വിഭാഗങ്ങൾക്ക് കൈമാറിയപ്പോൾ അതിനകത്ത് കുറേ കൂട്ടിച്ചേർക്കലുകളും മാറ്റങ്ങളും വരുത്തിക്കൊണ്ട് മനുഷ്യർ പറഞ്ഞു പോന്നിട്ടില്ല. മനുഷ്യർക്ക് ഈ പ്രകൃതിയെക്കുറിച്ചോ ഈ പ്രപഞ്ചത്തെക്കുറിച്ചോ മനുഷ്യനെക്കുറിച്ച് പോലും യാതൊരറിവുമില്ലാതിരുന്ന കാലത്ത് നെയ്തുണ്ടാക്കിയ പൊട്ടക്കഥയാണ് എന്നതാണ് മറ്റൊരു വസ്തുത. കാരണം ഇവിടെ ഭാഷയെക്കുറിച്ച് പറയുന്നത് നോക്കൂ നിങ്ങൾ. ഇവിടെ ഈ കഥ മെനഞ്ഞുണ്ടാക്കിയ ആളുകൾ, അത് മെനഞ്ഞുണ്ടാക്കിയ കാലത്ത് മനുഷ്യൻ്റെ സ്റ്റാറ്റസ് കോ എന്താണോ അതിനനുസരിച്ച് അവർ മെനഞ്ഞ കഥയിൽ പ്രപഞ്ചം ഉണ്ടാകുമ്പോൾ തന്നെ ഈ കോലത്തിലാണ്. അവിടെ വയലുണ്ട്, കൃഷിയുണ്ട്, കച്ചവടമുണ്ട്, എല്ലാ ഏർപ്പാടും ഉണ്ട്, ആട് വളർത്തുന്നുണ്ട്, പോത്തിനെ വളർത്തുന്നുണ്ട്, ഈ കാര്യങ്ങളൊക്കെ ഉണ്ട്. മാത്രമല്ല മനുഷ്യർ എല്ലാ വസ്തുക്കളുടെയും പേര് പറയുന്നുണ്ട്. അള്ളാഹു പേര് പഠിപ്പിച്ചു എന്ന് ഇവിടെയും മനുഷ്യൻ പേര് സ്വയം പറഞ്ഞു എന്ന് ബൈബിളിലും പറയുന്നു. ആദ്യത്തെ മനുഷ്യനാണ് ഈ എല്ലാ വസ്തുക്കളുടെയും പേര് പറയുന്നതും പേര് പറയിപ്പിക്കുന്നത്. ഇതൊക്കെ ചരിത്രവിരുദ്ധമാണ്. മനുഷ്യൻ്റെ കഥയുമായി ബന്ധപ്പെട്ട, മനുഷ്യൻ്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട ശാസ്ത്രീയമായ എല്ലാ അറിവുകൾക്കും വിരുദ്ധമാണ്. കാരണം മനുഷ്യനെന്ന ജന്തു തന്നെ ജന്തുജാലങ്ങൾക്കിടയിൽ നിന്ന് ഇവോൾവ് ചെയ്തുണ്ടായതാണ് എന്നതിന് നമുക്ക് ആയിരക്കണക്കിന് തെളിവുകൾ ഇന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഭാഷയൊക്കെ മനുഷ്യരുണ്ടായി, മനുഷ്യർ ഗോത്രങ്ങളായി ജീവിച്ച് പിന്നീട് മനുഷ്യർ കൃഷിയൊക്കെ ചെയ്ത് വലിയ ഗോത്രങ്ങളായൊക്കെ ജീവിക്കുന്ന കാലഘട്ടത്തിൽ, വളരെ അടുത്ത കാലഘട്ടങ്ങളിൽ മനുഷ്യരിൽ നിന്ന് വികസിച്ചു വന്നിട്ടുള്ളതാണ് ഭാഷ. അതുകൊണ്ടാണ് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും പല വൻകരകളിലുമായി ഒറ്റപ്പെട്ടു പോയ മനുഷ്യർക്ക് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഭാഷകളുണ്ടായത്. ഇവിടെ ആദ്യത്തെ മനുഷ്യന് ദൈവം പഠിപ്പിച്ചതായാലും ആദ്യത്തെ മനുഷ്യൻ പഠിച്ചു പറഞ്ഞതായാലും ലോകത്ത് എല്ലാ വസ്തുക്കൾക്കും ഒരു പേരേ ഉണ്ടാവാൻ പാടുള്ളൂ. പൂച്ചേനെ കാണിച്ചാൽ ലോകത്തെല്ലായിടത്തും പൂച്ച പൂച്ച എന്ന് പറയണം. ആനേനെ കാണിച്ചാൽ ലോകത്തെല്ലായിടത്തും ആന ആന എന്ന് പറയണം. അങ്ങനെയല്ല.
നമ്മളെ ആനയല്ല, തൊട്ടടുത്ത തമിഴ്നാട്ടിലെ ആന, തൊട്ടപ്പുറത്ത് ആന്ധ്രയിലെ ആന, അതപ്പുറത്ത് വടക്കേ ഇന്ത്യയിൽ പോയ ആന, ഇതൊക്കെ വ്യത്യസ്തമാണ്. ലോകത്തിൻ്റെ നാനാ ഭാഗത്തും ആനയ്ക്ക് പറയുന്ന പേര് വ്യത്യസ്തമാണ്, പൂച്ചയ്ക്ക് പറയുന്ന പേര് വ്യത്യസ്തമാണ്, ഓരോ വസ്തുവിൻ്റെ പേരും വ്യത്യസ്തമാണ്. എന്തേ പടച്ചോൻ ആദ്യത്തെ മനുഷ്യനെ പഠിപ്പിച്ചതാണിതെങ്കിൽ ഇത്രയും വ്യത്യസ്തമായിട്ടുള്ള ഭാഷകൾ എങ്ങനെ ഉണ്ടാവുക? ഈ ഭാഷകളൊക്കെ മനുഷ്യൻ ഉണ്ടാക്കിയതാണെന്നും അത് മനുഷ്യരിൽ നിന്ന് ഇവോൾവ് ചെയ്ത് വന്നതാണ് എന്നുമുള്ള ചരിത്ര വസ്തുതയ്ക്ക് വിരുദ്ധമാണ് ഈ കഥ. കാരണം ഈ കഥ മെനയുന്ന ആളുകൾക്ക് അത്തരത്തിലുള്ള ചരിത്രബോധമോ അത്തരത്തിലുള്ള ശാസ്ത്രീയമായ വിജ്ഞാനമോ ഒന്നും ഉണ്ടായിരുന്നില്ല. അവരവരുടെ മുമ്പിൽ കണ്ടതൊക്കെ ആദ്യം അങ്ങുണ്ടായി എന്ന് വിശ്വസിക്കുകയും അതിനനുസരിച്ച് പൊട്ടക്കഥ മെനയുകയുമാണ് ചെയ്തത്. അതാണ് ഈ പൊട്ടക്കഥയിലൂടെയും ഖുർആനും ബൈബിളും പഠിപ്പിക്കുന്നത്. ഇനി എവിടെയാണ് ഈ യൂഫ്രട്ടീസ് നദിയും ടൈഗ്രീസ് നദിയൊക്കെ ഒഴുകി വരുന്ന സ്വർഗം? അത് ബാബിലോണിയയിലെ ഒരു കുന്നുംപുറത്തുള്ള കാടാണ്, ചെറിയ കാടാണ്. അങ്ങനെയാണ് അതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ കഥകളൊക്കെ മെനഞ്ഞുണ്ടാക്കിയത് ഈ യൂഫ്രട്ടീസിൻ്റെയും ടൈഗ്രീസിൻ്റെയും ഒക്കെ കരയിൽ ജീവിച്ചിരുന്ന ബാബിലോണിയക്കാർ മെനഞ്ഞുണ്ടാക്കിയ കഥയാണ്. അല്ലാതെ ഏഴാകാശത്തിൻ്റെ മുകളിലൊരു സ്വർഗം എന്ന സിദ്ധാന്തമൊന്നും ബൈബിളിലോ അല്ലെങ്കിൽ ഈ കഥയുടെ ആദ്യ രൂപങ്ങളിലോ ഇല്ല. പക്ഷേ മുഹമ്മദിൻ്റെയൊക്കെ കാലമായപ്പോഴേക്ക് ഇതൊക്കെ അങ്ങ് ഏഴാം ആകാശത്തിൻ്റെ മുകളിലേക്ക് കൊണ്ടുപോയി. ഈ ഏഴാം ആകാശം ഏതാണെന്ന് ഇന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അക്ബറും കൂട്ടരൊക്കെ പറയുന്നത് ഈ ദൃശ്യപ്രപഞ്ചത്തിൻ്റെ അപ്പുറത്താണെന്ന്. എന്ന് വെച്ചാൽ കോടാനകോടി പ്രകാശവർഷങ്ങൾക്കപ്പുറത്തുള്ള ഏഴാം ആകാശത്തിൻ്റെ അപ്പുറത്തുള്ള സ്വർഗത്തിൽ നിന്നാണ് അള്ളാഹു ആദമിനെയും ഹവ്വയെയും പുറത്താക്കി ഭൂമിയിലേക്ക് കൊണ്ടുവരുന്നത്. യജാതി ബിഡൽസാണ് ഇതൊക്കെ. ഇങ്ങനെയുള്ള വിഡ്ഢിത്തങ്ങളാണ് ഈ കഥയിലുടനീളം പറഞ്ഞു വെച്ചിട്ടുള്ളത്. ഇനി എന്തിനാണ് ഇങ്ങനെ ഒരു പൊട്ടക്കഥ ഖുർആനിലെ ഈ 7 or 8 അധ്യായങ്ങളിലായിട്ട് ഇങ്ങനെ ആവർത്തിക്കുന്നത്? ഇത് ഒരു സ്ഥലത്ത് വിശദമായിട്ട് അങ്ങോട്ട് പറഞ്ഞു പോയാൽ പോരെ? ഒരു അധ്യായത്തിൽ ഇതിനു വേണ്ടി മാറ്റി വെച്ചിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അധ്യായത്തിൽ ഇങ്ങനെയുള്ള കഥകൾ പറയുന്നതിൻ്റെ കൂട്ടത്തിൽ പറഞ്ഞു പോയാൽ പോരെ? അപ്പോൾ ഈ പുസ്തകം ഇറങ്ങിയ മക്കയിലെ കുറേ അധ്യായങ്ങളിലും പിന്നെ മദീനയിലെത്തിയിട്ട് പിന്നെയും ഈ കഥ ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുക. അതൊക്കെ അള്ളാൻ്റെ വെളിപാട് എന്നും പറഞ്ഞിട്ട് പിന്നെയും എഴുതി വെച്ചിട്ട് എന്തിനാണ് ഈ പുസ്തകം ഇങ്ങനെ ആവർത്തനങ്ങൾ കൊണ്ട് മലിനമാക്കിയത്? വിഷയദാരിദ്ര്യം മുഹമ്മദിനെ പിടികൂടിയിരുന്നു എന്നല്ലാതെ ഇതിന് യാതൊരു കാരണവുമില്ല. തലക്ക് വെളിവുള്ള ഒരു ദൈവം ഈ ജാതി ഒരു പുസ്തകം കൊടുത്തേക്കാൻ യാതൊരു സാധ്യതയില്ല. തലക്ക് വെളിവുള്ള ഒരു പ്രവാചകനോ ഒരു മനുഷ്യനോ ഇതേപോലെ ചറപറ ഒരേ കാര്യങ്ങൾ ആവർത്തിച്ചു കൊണ്ട് മനുഷ്യനെ ബോറടിപ്പിക്കുന്ന ഒരു പുസ്തകവും ഉണ്ടാക്കില്ല. അപ്പോൾ മുഹമ്മദ് ഇങ്ങനെ 23 കൊല്ലക്കാലം കഥയും പറഞ്ഞ് കിടക്കുമ്പോൾ മുഹമ്മദിന് കൂടുതൽ കാര്യങ്ങളൊന്നും പറയാനില്ലാത്തതുകൊണ്ട് പറഞ്ഞു തന്നെ ഇങ്ങനെ പിന്നെയും പറയുക. അങ്ങനെ പറഞ്ഞപ്പോൾ ആദ്യം പറഞ്ഞതും പിന്നെ പറഞ്ഞതും ഒക്കെ തമ്മിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങളും വൈരുദ്ധ്യങ്ങളും ഉണ്ടായി. ആ വൈരുദ്ധ്യങ്ങളുടെ പേരിൽ ഇന്ന് ഇത് വ്യാഖ്യാനിക്കാൻ പേനയും കടലാസും എടുത്ത മുഫസ്സിറുകൾ കടന്നിട്ട് തലകുത്തി മറിയുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇതാണ് ഖുർആൻ എന്ന് പറയുന്ന പുസ്തകത്തിൻ്റെ അവസ്ഥ. ഏതായാലും ഈ കഥ ഇനിയും ആവർത്തിക്കപ്പെടാൻ ഇടയുള്ളത് കൊണ്ടും നമ്മൾ മുമ്പ് ഒരുപാട് തവണ ഇതൊക്കെ ചർച്ച ചെയ്ത് പോയിട്ടുള്ളത് കൊണ്ടും ഞാൻ തൽക്കാലം ഈ കഥ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു ക്ലാസ്സിൽ നമുക്ക് അടുത്ത വാക്യം മുതൽ വീണ്ടും ചർച്ച തുടരാം.